തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം കൂടി അവശേഷിക്കെ നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസിലെ കലാപം പുറത്തേക്കൊഴുകുന്നു. നിലമ്പൂർ നഗരസഭാ പരിധിയിലും നിലമ്പൂർ നിയോജക മണ്ഡല പരിധിയിലും യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകാതെ വെട്ടിനിരത്തിയെന്നാണ് ആക്ഷേപം. നിലമ്പൂർ നഗരസഭയിലെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒരു നിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിലമ്പൂർ നഗരസഭയിലെ യൂത്ത് കോൺഗ്രസിന് വലിയ പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസ് മത്സരിക്കാൻ സാധിക്കുന്ന പാർട്ടിക്കോ പ്രാദേശികമായോ ബുദ്ധിമുട്ടുകളില്ലാത്ത സീറ്റുകൾ മാത്രമാണ് ഇപ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിനിധ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു സംവരണ സീറ്റിലെങ്കിലും യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്ന് നേതൃത്വത്തോട് നിരന്തരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ യൂത്ത് കോൺഗ്രസിനെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സമരങ്ങളിലും അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നാട്ടില് നഗരസഭയുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാ സമയത്തും യൂത്ത് കോൺഗ്രസ് ആയിരുന്നു സമരമുഖത്ത് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന എല്ലാ സമരങ്ങളിലും എല്ലാ ആഹ്വാനങ്ങളിലും സമരവുമായി മുന്നോട്ട് വന്നിരുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ, ഇടത് ഭരണകൂടത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരാകാശ രേഖയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിലും നിയമ പോരാട്ടങ്ങളാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുള്ളതായും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജിസന്നദ്ധത അറിയിച്ചതായും ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേതൃത്വം സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത പുനഃപരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രാദേശികമായി ബുദ്ധിമുട്ടില്ലാത്ത സീറ്റുകൾ എങ്കിലും നൽകണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. SC ജനറൽ സംവരണ സീറ്റിൽ ഒരു സീറ്റ് നൽകണമെന്ന ആവശ്യം പരിഗണിക്കാതെ അവിടെ SC വനിതയാണ് നിർത്തിയത്. കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്യുന്ന സമരമുഖത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. നഗരസഭയിലെ കഴിഞ്ഞ 5 കൊല്ലത്തെ ദുർഭരണത്തിനെതിരെ സമരം നടത്തുവാൻ മുന്നിട്ടിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ആണ്. സംഘടനാ സമരങ്ങളുടെ പേരിൽ പാസ്പോർട്ട് പോലും എടുക്കാൻ കേസുകൾ കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നില്ല. പ്രായപരിധിയല്ല യൂത്ത് കോൺഗ്രസ് മാനദണ്ഡമായി കാണുന്നതെന്നും പ്രവർത്തനമാണ് മാനദണ്ഡമായി കാണേണ്ടതെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളുടെ മുൻപിലും നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജ്യസന്നദ്ധത അറിയിച്ചതായാണ് വിവരം. അതേസമയം സാധാരണക്കാർ മത്സര രംഗത്തുള്ളതിനാൽ ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതാത് വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ പ്രസിഡന്റ് സെയ്ഫു ഏനാന്തി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TMS ആഷിഫ്, AP അർജുൻ, ഭാരവാഹികളായ വിഷ്ണു മാധവൻ, രാഹുൽ പണക്കാടൻ, VP ഫർഹാൻ, പർവീസ് ചന്തക്കുന്ന്, മുഹസിൻ ഏനാന്തി എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.